കോഴിക്കോട് ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇന്ത്യസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര ചെറിയ അപകടമായിട്ടല്ല, വലിയ രീതിയിലുള്ള ഒരു അപകടമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, ഗ്ലാസ് എല്ലാം തകർന്നിട്ടുണ്ട്. ഈ ഡ്രൈവർ സീറ്റാണ് മുൻപിലേക്ക് തള്ളി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഡ്രൈവറുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നറിഞ്ഞോ? ിലേക്ക് മാറ്റിയെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്നും ഡീസൽ പരിശോധന, ഡീസൽ അടക്കം വാഹനത്തിൽ നിന്ന് ചോർന്നതായും കാണുന്നുണ്ട്. കാരണം റോഡിലാകെ ഡീസൽ ചിന്തിയ ഒരു അവസ്ഥയിലുമാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതിൽ ഇനിയൊരു വ്യക്തത ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് മാവൂർ റോഡിലോടുന്ന ബസ്സാണിപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയണം. എന്തായാലും ബസ്സിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബസ് അങ്ങനെ അതായത് നിലവിൽ എപ്പോഴും തിരക്കുണ്ടാകുന്നൊരു റോഡാണ്, അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. ഗതാഗതമായി സ്തംഭിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടരുന്നു. 25ഓളം പേരാണ് ഈ വാഹനത്തിൽ ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവരെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ, മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്കൊക്കെ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസമാണ്. ആ തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭ്യമാവുന്നത്. ഒരു അരമണിക്കൂർ മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അരയിടത്ത് പാലത്താണ് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടം ഉണ്ടാകുന്നതാണ്. നമുക്ക് ബസ് കാണാം. KL 12C 6676 നമ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇംതിയാസ് തുടരുന്നുണ്ട്. ഇംതിയാസ്, എനിക്ക് തോന്നുന്നു എങ്ങനെ അപകടം സംഭവിച്ചു എന്നതിലൊരു വ്യക്തത ആയിട്ടില്ല അല്ലേ? നമുക്ക് അത് മനസ്സിലാവുന്നില്ല അല്ലേ? പലരും ഇവിടെ ഉണ്ടായിരുന്ന പലരും പറയുന്നതനുസരിച്ച് 2 ബൈക്കുകൾ ഉണ്ടായിരുന്നു. ആ ബൈക്കുകളുമായി ആ ബൈക്ക് വരുന്ന സമയത്ത് അതിന് ബ്രേക്ക് ഇട്ടതാണോ എന്നൊരു സംശയം പലരും പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു വ്യക്തതയില്ല. കാരണം ഒരു ബൈക്ക് പൂർണ്ണമായും തകർന്ന് അവിടെ റോഡ് സൈഡിൽ തന്നെ കിടക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത്, അതായത് ഒരു പക്ഷേ ഈ പാലമാണ്, ആ പാലം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് റോഡിൽ ഒരു പക്ഷേ കൂടുതൽ വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ സ്പീഡിൽ വരുന്നതായിരിക്കണം. അതുകൊണ്ട് ഒരു പക്ഷേ സഡൻ ബ്രേക്കിലേക്ക് പോകുന്ന സമയത്തായിരിക്കാം ഒരു പക്ഷേ മറിഞ്ഞത് എന്നാണ് പ്രാഥമികമായി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പക്ഷേ വ്യക്തത വരേണ്ട കാര്യമാണ്. ഈ ബസ്സിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭീകരതയും മനസ്സിലാവുന്നുണ്ട്. കാരണം മുൻഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതായത് ബസ്സിൽ നിന്ന് ഡീസൽ അടക്കം ചോർന്ന് റോഡിലേക്ക് ചിന്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബാക്ക് ഭാഗവും തകർന്നിട്ടുണ്ട്. ഒരു പക്ഷേ 2 ഭാഗവും ഓപ്പൺ ആയതുകൊണ്ടും ഒരുപാട് ആളുകൾ ഈ സമീപത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നുകൊണ്ടും രക്ഷാപ്രവർത്തനം ഒരു പക്ഷേ വേഗത്തിൽ എളുപ്പത്തിൽ തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ പോലീസുമെല്ലാം സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. നാട്ടുകാരടക്കം ചേർന്നുകൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ഈ ബസ് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡിൽ നിന്ന് മാറ്റുക എന്നതാണ് ആദ്യം ചെയ്യുന്ന കാര്യം. കാരണം കോഴിക്കോട് ടൗൺ എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ നഗരമാണ്. ഇങ്ങോട്ടേക്ക് നിരന്തരമായി മാവൂർ ഭാഗം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നുമൊക്കെ നിരവധിയായ ബസ്സുകൾ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വൈകുന്നേരമൊക്കെ ഓടുന്നതാണ്. നിരവധി വാഹനങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള നിയന്ത്രണം ഇരുഭാഗത്തൂടെ സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന രീതിയിലുള്ള നിയന്ത്രണം ഇപ്പോൾ പോലീസ് വരുത്തിയിട്ടുമുണ്ട്. ഈ പാലം വഴിയുള്ള വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നില്ല. 2 വശത്തോടു കൂടിയുമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ബസ് ആദ്യഘട്ടത്തിൽ റോഡിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കോഴിക്കോട്ടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായിട്ടാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒരു പക്ഷേ നിലവിൽ ഇപ്പോൾ നാട്ടുകാരോട് സംസാരിക്കുന്നതനുസരിച്ച് ആർക്കും ആ രീതിയിൽ ഗുരുതരമായ പരിക്കുകളില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരല്പസമയം കൂടി കഴിഞ്ഞാൽ ഗുരുതരമായ പരിക്കുണ്ടോ അതോ നിസ്സാരമായ കാര്യങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. തീർച്ചയായും കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും ഒരു വ്യക്തത ഉണ്ടാവുക എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതായത് നമുക്കിനി ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്കും അപ്പോൾ തന്നെ ബേബി മെമ്മോറിയലിലൊക്കെയാണ് ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നിടത്ത് തന്നെയാണ്, കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നിടത്ത് തന്നെയാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. അരയിടത്തു പാലത്താണ് സ്വകാര്യ ബസ് മറിഞ്ഞ് വാഹന അപകടം ഉണ്ടായിരിക്കുന്നത്. ബസ്സിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒരു ബൈക്ക് അവിടെ പൂർണ്ണമായും തകർന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപകടം നടന്നതിനെ പറ്റി ഇനിയും എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയേണ്ടിയിരിക്കുന്നു. അവിടെ ആകെ ഡീസലൊക്കെ റോഡിലൊക്കെ മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. എന്തായാലും ആളുകളെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താനായി എന്നൊക്കെയുള്ളത് ആശ്വാസമാണ്. ഒപ്പം തന്നെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരവും നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആ ബസ് എടുത്തു മാറ്റേണ്ടതുണ്ട്. കാരണം ഗതാഗതം ആകെ സ്തംഭിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സമയവും കൂടിയാണ്.
സമയത്ത് അത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്ന നഗരമാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.